ഗൈസ് അപ്പോൾ വേല കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാർക്ക് മാത്രം, അത് നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർ മാത്രമേ ഈ വേല കഴിഞ്ഞ പിറ്റേ ദിവസം 2 ദിവസം നമ്മുടെ വേലപ്പന്തലും അതുപോലെ നമ്മുടെ വേല നടന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ചുറ്റി നമ്മുടെ സ്ട്രീറ്റ് ഫുഡും അതുപോലെ നമ്മുടെ ഓരോ സാധനങ്ങൾ നമ്മൾ പർച്ചേസിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വരുന്ന ദിവസം വേല ദിവസം നമുക്ക് ആ ഭാഗത്തൊന്നും അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. അപ്പം പിന്നെ വേല കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ നെന്മാറയിലെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ പർച്ചേസിങ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശം തുടങ്ങി വാങ്ങാൻ. അങ്ങനെ നമ്മുടെ ലിച്ചൂസിനാണെങ്കിലോ അവിടെ കണ്ട ഏത് ബൊമ്മയും വേണ്ട, ലിച്ചൂസ് മനസ്സിലൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കണം. അത് മൂപ്പര് വിചാരിച്ചതുപോലെ അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതാണ് ആഗ്രഹിച്ച ടെഡി ബിയറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ കടകൾ കയറി ഇറങ്ങി. അത് നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നെന്മാറയാണോ കാവശ്ശേരിയാണോ ബെറ്റർ എന്നുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം മഴ വന്ന് ചതിച്ചതാണ് ഗൈസ്. അപ്പോൾ എല്ലാത്തിനുള്ള പ്രശ്നം. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പോകുമ്പോൾ നെല്ലിക്കുളങ്ങര അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെ നമ്മളൊരു കടയിൽ കയറി നമ്മുടെ ലെച്ചൂസിനെ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു ടെഡി ബിയറിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു പൊരിയുണ്ടൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ നെന്മാറേൻ്റെ പന്തലിൻ്റെ താഴെ വന്നു കേട്ടോ. ആ പന്തലിൻ്റെ താഴെ വരുമ്പോഴാണ് നമ്മൾ ഈ വ്യൂ എല്ലാം അമ്പലവും അതുപോലെ വല്ലങ്ങി അടങ്ങുന്ന എല്ലാ ഭാഗങ്ങളും അതുപോലെ ഒരുപാട് ആൾക്കാരുമായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നെന്മാറേൻ്റെ ആ ഒരു ഭാഗം മുഴുവനും. അപ്പോൾ അതൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇനി ഒരു വർഷം ആവണം. നമ്മൾ അടുത്ത വേലയ്ക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഓരോ സാധനങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വേറിട്ട ഒരു അനുഭവത്തിൽ ഒരു പിറന്നാൾ ആഘോഷം കണ്ടത്. നെന്മാറ വേലേൻ്റെ ഇടയിൽ കൂടി അവർ ഫ്രണ്ട്സൊക്കെ കൂടി ഓരോ പിറന്നാൾ ആഘോഷമാണ്. അങ്ങനെ അവർ ആഘോഷിച്ച് തിമിർത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വർഷത്തെ വേലയെങ്കിലും ഈ മഴയൊന്നും ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് തിമിർത്ത് വെടിക്കെട്ടൊക്കെ വളരെ ഗംഭീരമാക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ